ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ രൂക്ഷമായതോടെ കംബോഡിയയുമായുള്ള അതിർത്തി പങ്കിടുന്ന 8 ജില്ലകളിൽ തായ്ലൻഡ് സൈനിക നിയമം പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം 2ാം ദിവസത്തേക്ക് കടന്നതോടെയാണ് ഈ അടിയന്തര നടപടി. പൂർണ്ണമായി ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാമെന്ന് തായ്ലൻഡിന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രി ഫുംദം വെച്ചയച്ചയായി മുന്നറിയിപ്പ് നൽകി. തായ്ലൻഡിന്റെ പ്രദേശങ്ങളും പരമാധികാരവും സംരക്ഷിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അയൽരാജ്യമെന്ന നിലയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ കംബോഡിയയിൽ കടന്നുകയറ്റമുണ്ടായാൽ സൈന്യത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യാഴാഴ്ച സംഘർഷം ആരംഭിച്ചതു മുതൽ തായ് കംബോഡിയൻ അതിർത്തി പ്രദേശത്ത് 16 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും 1 ലക്ഷത്തിലധികം ആളുകൾക്ക് വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടി വരികയും ചെയ്തു. അതിർത്തിയിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളും പൂർണ്ണമായി അടച്ചുപൂട്ടിയിട്ടുണ്ട്. തായ്ലൻഡിലെ സുരിം പ്രവിശ്യയിലെ ടാ മുയൻ തോം ക്ഷേത്രത്തിന് സമീപമാണ് സംഘർഷം ഏറ്റവും കൂടുതൽ രൂക്ഷമായത്. മെയ് മാസത്തിൽ ഒരു കംബോഡിയൻ സൈനികൻ വെടിയേറ്റ് മരിച്ചതും പിന്നീട് തായ് സൈനികർക്ക് കുഴിബോംബ് ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റതുമാണ്